അവതരിപ്പിക്കുന്ന ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ എന്നോട് കുറേ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശിശുദിനമായതുകൊണ്ട് നമ്മളൊരു സ്റ്റാമ്പ് റിലീസ് ഇവിടെ നടത്തിയത് കൊണ്ട് ഞാൻ ഇവിടെയുള്ള ഈ കൂട്ടുകാർക്കൊക്കെ എൻ്റെ കയ്യിലുള്ള ഈ കാർഡും കൊച്ചു ടിവിയുടെ ഈ സ്റ്റാമ്പും കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പേ എനിക്ക് ഈ കാർഡ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നതിന് മുൻപ് എനിക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇവർ ഈ കാർഡൊക്കെ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയണം. ഹലോ, എല്ലാവർക്കും സുഖമാണോ? എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ എന്റെ ഒരു സ്പെഷ്യൽ ചിൽഡ്രൻസ് ഡേ വിഷസ് ഉണ്ട് കേട്ടോ. നിങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യില്ലേ ചിൽഡ്രൻസ് ഡേ? നമ്മൾ എന്തിനാണ് ഈ ചിൽഡ്രൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? ചാച്ചാജിയുടെ ബർത്ത്ഡേ അല്ലേ? എല്ലാവർക്കും അറിയാം അല്ലെ, ചാച്ചാജിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു കാർഡ് തരും. ഈ കാർഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ? നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ്, നിങ്ങൾക്ക് ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും ലെറ്റേഴ്സ് എഴുതുന്നവരാണോ? ഇമെയിൽ അയക്കും, ലെറ്റേഴ്സ് എഴുതില്ല അല്ലേ? അതെന്താ ലെറ്റേഴ്സ് എഴുതാത്ത? എന്താ? അങ്ങനെയല്ല, പ്രാചീന കാലത്തുള്ള കാര്യമാണ്. നമ്മൾ ഇനി ലെറ്റേഴ്സ് എഴുതണം. നമ്മൾ പഴയതൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണ്ടേ? അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു കാർഡ് തരും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് ഒക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കാണും. അപ്പൊ ആ ഫ്രണ്ടിന് വേണ്ടി നമ്മൾ ഒരു ലെറ്റർ എഴുതിയിട്ട് നമ്മൾ കൊച്ചു ടിവിയുടെ ഈ സ്റ്റാമ്പ് ഒക്കെ മേടിച്ച് നമുക്ക് അയച്ചു കൊടുക്കണ്ടേ? ഇഷ്ടമാണോ അത്? ഓക്കെ, എന്താ പേരെന്താ? അലൻ. അലൻ, ഇപ്പൊ ഞാൻ ഈ കാർഡ് തന്നാൽ അലൻ ആർക്കായിരിക്കും ഈ ഇതിലുള്ള ഒരു ലെറ്റർ എഴുതി ആർക്കായിരിക്കും അലൻ അയക്കുക? ജോണി. ജോണി ആരാ? ഓ, അപ്പൊ ജോണിക്ക് അയക്കും. ജോണി ആർക്കായിരിക്കും അയക്കുക? ആരൻ. ആരൻ അയക്കും. ആരൻ ആർക്കായിരിക്കും അയക്കുക? ഞാൻ ജോസഫിന് അയക്കും. ജോസഫിന് അയക്കും. ജോസഫോ? ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാരും നിങ്ങളുടെ ഫ്രണ്ട്സിന് അയക്കും അല്ലെ? അപ്പൊ ശരി, ഞാനിപ്പോ നിങ്ങൾക്ക് കാർഡ് തരട്ടെ? ഹലോ അഗെയിൻ, സ്വാഗതം കൊച്ചു ടി വി ശിശുദിന സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക്. അപ്പൊ ഇപ്പോ എന്റെ കൂടെ ഒരു അച്ഛനും രണ്ട് സുന്ദരി കുഞ്ഞു മക്കളും ഉണ്ട്. അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാം. ആദ്യം ഞാൻ അവരുടെ പേര് ചോദിക്കാൻ പോവാണ്. അപ്പൊ അവരുടെ പേരെന്തുവാ? ആഹാ, മോളുടെ പേരെന്തുവാ? അനാമിക. ഓക്കെ, സാറിന്റെ പേരെന്താ? ഓക്കെ, എവിടുന്നാ വരുന്നത്? ഞാൻ ചങ്ങമ്പുഴ, കളമശ്ശേരി. ഓക്കെ, അപ്പൊ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ ചിൽഡ്രൻസ് ഡേ ആണ്, ചിൽഡ്രൻസിന്റെ ദിവസമാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റാമ്പ് റിലീസ് നടത്തുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു കാലത്ത് പറഞ്ഞാൽ ഇപ്പൊ ഈ സ്റ്റാമ്പും കാര്യങ്ങളും ലെറ്റേഴ്സും ഒക്കെ ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ എല്ലാം ഇമെയിലിന്റെ ഒരു സമയമാണ്. അപ്പൊ സാറിന് കാണുമല്ലോ സ്റ്റാമ്പും ലെറ്റേഴ്സും ഒക്കെ ഉള്ള മെമ്മറീസ്, അതൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ കോളേജ് ഡേയ്സിലൊക്കെ NCC NSS ക്യാമ്പുകളിൽ പോകുമ്പോൾ ഞങ്ങൾ അഡ്രസ്സസ് കൈമാറും. ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ലെറ്ററിലൂടെയാണ്. ഇപ്പോഴും അവരിപ്പോൾ ഇമെയിലോട്ട് കൺവേർട്ടഡ് ആയി. അന്നൊക്കെ ഞങ്ങൾ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവർക്ക് കത്തുകൾ അയക്കും, അവർക്ക് ഗ്രീറ്റിംഗ് കാർഡ്സ് അയക്കും ഒക്കേഷൻസിന്. പിന്നെ വീട്ടിലാണെങ്കിൽ അമ്മച്ചി അപ്പച്ചനൊക്കെ അവരുടെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും വിദേശത്തും മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കത്തുകളിലൂടെയാണ് വിശേഷങ്ങൾ അറിയുക. കത്തില്ലാതെ ഒരു വിശേഷം അറിയില്ലായിരുന്നു. പിന്നീടാണ് ടെലിഫോൺസ് വന്ന് ട്രങ്ക് കോൾ ബുക്ക് വിളിക്കാനൊക്കെ തുടങ്ങിയത്. പക്ഷെ കത്തുകളുടെ കാലം ഇപ്പോൾ ഞങ്ങൾ ഓർക്കും. ഇപ്പോൾ ഓർമ്മ നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് കത്തുകളുടെ കാലഘട്ടമൊക്കെ അല്ലേ? കത്തുകൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്നത്തെ കത്തുകൾ ഇപ്പോഴും സുഹൃത്തുക്കൾക്കും ക്യാമ്പിലുണ്ടായിരുന്ന NCC NSS എൻ്റെ കൂട്ടുകാർക്കൊക്കെ അയച്ചിട്ടുള്ള കത്തുകൾ ഇപ്പം ഒരു ക്യാമ്പ് മണാലിയിലായിരുന്നു, കാശ്മീരിൽ. അവിടെ വെച്ചിട്ടുള്ള ആ സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇപ്പോഴും എനിക്ക് എല്ലാ ഒക്കേഷൻസിനും കാർഡ്സും കത്തുകളും അയക്കാറുണ്ട്. കത്തുകൾ അയക്കാൻ ഇപ്പോഴും താല്പര്യപ്പെടുന്ന ചെറിയ സമൂഹമുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്ക് പോസ്റ്റ് ഓഫീസ് എന്താണെന്ന് പോലും കണ്ടിട്ട് പോലില്ല, സ്റ്റാമ്പ് എന്താണെന്ന് അറിയില്ല, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഇപ്പം ജസ്റ്റ് ഒരു 2 വർഷം മുമ്പത്തെ കുട്ടികൾക്ക് പോലും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഈ സ്റ്റാമ്പും പോസ്റ്റ് ഓഫീസും ലെറ്റേഴ്സും ഒക്കെ എന്താണെന്ന് ഈ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇതും ഇപ്പോഴൊന്നും അങ്ങ് മാഞ്ഞു തേഞ്ഞു പോകേണ്ട ഒരു കാര്യമല്ല. എപ്പോഴും നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ കുഞ്ഞു മക്കൾക്കും സാറിനും ഞാനൊരു കാർഡ് തരുന്നുണ്ട്, സ്റ്റാമ്പ് തരുന്നുണ്ട്. അപ്പൊ സാർ പറഞ്ഞോളൂ, സാറിന്റെ NCCയിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഇതിൽ നിന്ന് അയച്ചു കൊടുക്കുക. ഒരു കത്ത് ഞങ്ങളുടെ ഈ കാർഡിൽ ഒരു സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് അയച്ചു കൊടുക്കുക. മെമ്മറി ഒക്കെ ഒന്ന് പുതുക്കിയെടുക്കുക. മക്കളും അയക്കണം കേട്ടോ, ഫ്രണ്ട്സിനൊക്കെ അയക്കണം കേട്ടോ, വിഷസ് അയക്കണം. അപ്പൊ ഞാനിത് ഇവർക്ക് കൊടുക്കാൻ പോവാണേ. ഹലോ, കൊച്ചു ടി വി സ്പെഷ്യൽ ചിൽഡ്രൻസ് ഡേ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ എന്റെ കൂടെ ഒരു ഫാമിലി എത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞു വാവേ അച്ഛനും അമ്മയാണ് എന്റെ കൂടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യം വാവയുടെ പേര് ചോദിക്കാൻ പോവാ. മോളു എന്താ പേര്? സാരംഗി. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ? UKGC. അപ്പോ സാറിന്റെ പേരെന്താണ്? എന്റെ പേര് ശ്യാം. ഓക്കെ, മാഡം? സുമി. ഓക്കെ, അപ്പോ ഞാൻ ചോദിക്കാൻ പോകുന്നത് വേറൊന്നും അല്ല, നിങ്ങൾ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടോ?
കത്തുകൾ എഴുതിയിട്ടുണ്ടോ? ഒരുപാട്. ചേട്ടൻ ചേച്ചിക്കും ചേച്ചി ചേട്ടനും ഒരുപാട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഈ ഒരു ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു സ്റ്റാമ്പ് റിലീസ് ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോ കത്തുകൾ എഴുതുക, സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് കത്തുകൾ എഴുതുക, അയക്കുക. അപ്പൊ ആ ഒരു കാലമൊക്കെ ഇപ്പൊ പോയി. മോക്കൊന്നും അറിഞ്ഞുകൂടായിരിക്കും എന്താ പോസ്റ്റ് ഓഫീസ്, കത്തുകളെന്നൊക്കെ. അപ്പൊ ആ മെമ്മറീസ് ഒക്കെ കാണുമല്ലോ, കത്തുകളും സ്റ്റാമ്പും ഒക്കെ ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ കാണുമല്ലോ. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഷെയർ. കത്തയക്കുന്നത് മാത്രമല്ല, ഈവൻ ചൈൽഡ്ഹുഡിൽ കോയിൻ കളക്ഷൻ, സ്റ്റാമ്പ് കളക്ഷൻ ഒക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ഈ കാലത്ത് അതില്ല. സ്റ്റാമ്പ് കളക്ഷൻ ഒക്കെ ഈ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാമ്പ് എനിക്കുണ്ട്, ഇപ്പോഴും വീട്ടിലുണ്ട്. കോയിൻസും സ്റ്റാമ്പും എല്ലാം ഉണ്ട്, കളക്ട് ചെയ്ത്. ചേച്ചിക്കുണ്ടോ? എനിക്ക് അങ്ങനെ കളക്ഷൻസ് ഒന്നുമില്ല. എനിക്ക് കുറെ ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ലെറ്റേഴ്സ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഐ യൂസ് ടു എൻജോയ് ദാറ്റ്. ആ കൈ കിട്ടുമ്പോൾ ഉള്ള ഒരു ഫീലും കുറച്ചു നേരം പൊട്ടിക്കാണ്ട് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഇപ്പോൾ എഴുതാറുണ്ടോ? ഇല്ല, ഇമെയിൽ ഒക്കെ ആയല്ലേ? അതെ അതെ. ഓക്കെ, എന്തായാലും പക്ഷെ ഇല്ല. ഇപ്പൊ ഞങ്ങൾ ഒരു ചാൻസ് തരുവാണ്. ഇപ്പൊ ഇവിടുന്ന് ഒരു കാർഡ് തരും. അപ്പൊ കാർഡിൽ സ്റ്റാമ്പ് തരും. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പഴയ മെമ്മറീസ് ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്തോളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒട്ടിക്കാം. ഞാൻ തന്നിട്ടുണ്ട്, മോക്കും കൊടുക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കോ? ലെറ്റർ അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോവാണേ. ഹലോ, ചിൽഡ്രൻസ് ഡേയുടെ ഭാഗമായിട്ട് എനിക്ക് ഇനി കുറച്ച് കൂട്ടുകാരെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പോവാണ്. അപ്പൊ എന്റെ കൂടെ ഡോറെ പോലെ സുന്ദരിയായിട്ടുള്ള ഒരു വാവയാണ്. ഞാൻ വാവയുടെ പേര് വെക്കാൻ പോണേ. എന്തുവാ പേര്? ആഹാ, റദ്ദാനിയ. ഈ കൊച്ചു ടി വി കാണുവോ? ഏത് കാർട്ടൂണാണ് ഏറ്റവും ഇഷ്ടം? ഡോറ. ഡോറയ്ക്ക് ഡോറയാണ് ഇഷ്ടം. മോന്റെ പേരെന്താ? എന്റെ പേര് നെയ്തൻ. ഓക്കെ, മോൻ എവിടുന്നാ വരുന്നേ? ഞാൻ എറണാകുളം. ഓക്കെ, എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ 2ാം ക്ലാസ്സിൽ. വേറൊരു കൂട്ടുകാരുണ്ട്. എന്തുവാ പേര്? നൂഹ്. ആഹാ, നല്ല പേരാണല്ലോ. നൂഹ് എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? 3rd സ്റ്റാൻഡേർഡില്. മോന്റെ പേരെന്താ? ഉസ്മാൻ. ഓക്കെ, ഉസ്മാൻ എത്രയാ പഠിക്കുന്നത്? 7th. ഓക്കെ, അപ്പൊ എന്റെ കൂടെ ഒരു അമ്മൂമ്മയുണ്ട്. എന്നോട് അമ്മച്ചിന്ന് വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മച്ചിയുടെ പേരെന്താണ്? സോളി. ഓക്കെ, എവിടുന്നാ അമ്മ വരുന്നേ? എടപ്പള്ളിന്നാ വരുന്നേ. അപ്പൊ നിങ്ങൾ എല്ലാരും കൊച്ചു ടി വി കാണാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ലെറ്റേഴ്സ് അയക്കാറുണ്ടോ? ഇല്ല. ലെറ്റേഴ്സ് എന്താന്ന് അറിയില്ല? അറിയാം, അയക്കാറില്ല അല്ലേ? അതെന്താ അയക്കാത്തത്? അമ്മൂമ്മയ്ക്ക് കാണുമല്ലോ എന്തായാലും ലെറ്റേഴ്സ് ഒക്കെ അയച്ച ശീലം കാണുമല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒന്നും അറിയില്ല. ലെറ്റേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഉണ്ട്. ലെറ്റേഴ്സ് ഒക്കെ അയക്കാറുണ്ട്. പഴയ ലെറ്റേഴ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ചിലതൊക്കെ. ആഗ്രഹം ഉണ്ടല്ലേ അയക്കണം ഇപ്പോഴും? ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മളൊരു ചാൻസ് തരുവാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ സ്റ്റാമ്പ് റിലീസ് ആണ് ഇന്ന് ഇവിടെ നടന്നത്, കൊച്ചു ടിവിയുടെ. അപ്പൊ അമ്മച്ചി പറഞ്ഞു അമ്മച്ചിക്ക് ഇപ്പോഴും ലെറ്റേഴ്സ് എഴുതാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളൊരു ചാൻസ് തരുവാണ്. അപ്പൊ ഞാനൊരു കാർഡ് തരും, അതിന്റെ കൂടെ തന്നെ കുറച്ച് സ്റ്റാമ്പ്സ് തരും. അപ്പൊ അത് നിങ്ങൾ പഴയ ഫ്രണ്ട്സ് ഒക്കെ കാണുമല്ലോ, അവർക്കൊക്കെ കത്തുകൾ അയച്ചോളൂ. നിങ്ങളും ലെറ്റേഴ്സ് എഴുതണം കേട്ടോ. ഒരു ദിവസം കാർ എഴുതാൻ ലെറ്റേഴ്സ്, ഞാൻ ലംബോർഗിനി ഓറഞ്ച് കളറൊക്കെ ഇടാൻ ലെറ്റർ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഡിസ്റ്റിങ്ഷൻ തെറ്റിപ്പോയി. ആണോ? സാരമില്ല. ഇത്തവണ ലെറ്റേഴ്സ് എഴുതിയിട്ട് ബെസ്റ്റ് ഫ്രണ്ടിനോ ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഉറപ്പായിട്ട് അയക്കില്ലേ? അയക്കും. ഷുവർ അല്ലേ? ഓക്കെ, ഗുഡ് ബൈ. വീണ്ടും സ്വാഗതം കൊച്ചു ടിവിയുടെ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക്. അപ്പൊ എന്റെ കൂടെ ഒരു ഫാമിലി നിൽപ്പുണ്ട്. അപ്പൊ 2 മിടുക്കം കുട്ടികൾ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് പേര് ചോദിക്കാൻ പോവാണ്. എന്താ പേര്? അനിരുദ്ധ് കൃഷ്ണ ഗോപകുമാർ. ഓ, വലിയ പേരാണ്, അനിരുദ്ധ് കൃഷ്ണ ഗോപകുമാർ. ഓക്കെ, ഈ കൊച്ചുപിടുക്കന്റെ പേരെന്താ? ധീരജ്. ആഹാ, ധീരജ് എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? LKG പഠിക്കുന്നേ. ധീരജ് കൊച്ചു ടി വി കാണാറുണ്ടോ? കാണാറുണ്ടല്ലേ. കൊച്ചു ടിവിയിൽ ഏത് കാർട്ടൂണാണ് ഏറ്റവും ഇഷ്ടം? മാഴ്സുപ്പിലാമി. അനിരുദ്ധിന് ഏതാ ഇഷ്ടം? ജാക്കി ചാനെ പോലെ ആണോ? ഫൈറ്റ് ഒക്കെ ചെയ്യുവോ? കണ്ടറിയാട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റാമ്പ് റിലീസ് നടത്തുന്നുണ്ട്. അപ്പൊ ചേട്ടനും ചേച്ചിയും പണ്ട് കത്തുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കല്ലോ അല്ലെ? കത്തിന്റെ ഓർമ്മകളൊക്കെ കാണുമല്ലോ ഇല്ലേ? രഹസ്യമായി കത്തെഴുതിയ ആളാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇപ്പോ ശരിക്കും പറഞ്ഞ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഇപ്പൊ ഓൺലൈൻ സംവിധാനങ്ങൾ എല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ ശരിക്കും പറഞ്ഞ ഒരു ഹൃദയപൂർവകമായ അടുപ്പം ശരിക്കും കത്തിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇപ്പൊ ശരിക്കും ഇല്ല. ഇപ്പൊ ശരിക്കും മറ്റേ ഇത് മാത്രമേ ഉള്ളൂ, ശരിക്കും ഒരു കുറവ് തന്നെയാണ്. ഈ കുട്ടികൾക്കൊക്കെ കത്തുകളൊക്കെ അയക്കണം അല്ലേ? ആ ഒരു പഴയ കാലത്തിലേക്ക് വരണം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അപ്പൊ ഹൃദയപൂർവ്വമായിട്ടുള്ള ബന്ധം നിലനിർത്താനായിട്ട് നമുക്ക് കത്ത് എഴുതാം. അപ്പൊ എന്തായാലും ഞാനൊരു കാർഡ് തരുന്നുണ്ട്. അപ്പൊ അതിൽ ചേട്ടൻ കത്തുകളൊക്കെ എഴുതൂ, കുട്ടികളും എഴുതൂ, ഫ്രണ്ട്സിനൊക്കെ ഈ സ്റ്റാമ്പൊക്കെ ഇട്ട് അയച്ചു കൊടുക്കും കേട്ടോ. കൊടുക്കുവോ? ആർക്കായിരിക്കും കൊടുക്കുക? ഞാനിപ്പോ ഒരു ലെറ്റർ തരും, ഒരു കാർഡ് തരും, അതിൽ ആർക്കായിരിക്കും കത്ത് എഴുതുക? അമ്മയ്ക്ക് ആർക്കെഴുതാ?
നിതിനാണോ? ബെസ്റ്റ് ഫ്രണ്ട് ആണോ? ആ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ കൊടുക്കാൻ പോവാണേ, കാർഡ് കൊടുക്കാൻ പോവാണേ. ആദ്യം ഞാൻ ചെറിയ ആൾക്കാണെ കൊടുക്കുന്നേ. ഇന്ന സ്വാഗതം കൊച്ചു ടിവിയുടെ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പൊ ഇവിടെ എന്റെ കൂടെ കുറെ യൂണിഫോം ഇട്ടുണ്ട്, കുറെ സുന്ദരി കുട്ടികൾ നിപ്പുണ്ട്. നിങ്ങളൊക്കെ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ള? എന്താ പേര്? നേഹ. നേഹ. 2 നേഹ. നേഹ സ്ക്വയർ. റോസ്മേരി. റോസ്മേരി. അലക്സിയ. അലക്സിയ. ഓക്കെ. നിങ്ങള് കത്തുകൾ എഴുതുവോ? കത്തുകൾ എഴുതുന്ന കൂട്ടത്തിലാണോ? കത്തുകൾ എഴുതാറുണ്ടോ? ജീവിതത്തിൽ ഒരു തവണ കത്ത് എഴുതിയിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് അയച്ചത്. അതെന്തായിരുന്നു? അത് ഞങ്ങള് ഹിന്ദി ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അത് ഗ്രാൻഡ് മദറിന് വേണ്ടി അയക്കും. ഓക്കെ ഓക്കെ. അങ്ങനെ ഇവർ ഈ സ്കൂളിൽ പ്രൊജക്ട് കൊടുക്കും, ഇങ്ങനെ ഗ്രാൻഡ് മദറിന് കത്ത് എഴുതണം, അങ്ങനെ മാത്രമേ കത്ത് എഴുതിയിട്ടുള്ളൂ. അല്ലാതെ ഈ നേഹയ്ക്ക് കത്തൊന്നും എഴുതിയിട്ടില്ല. ഈ നേഹ വലിയ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ക്രിയേറ്റീവ് റൈറ്റിംഗിന് പക്ഷെ അയക്കൊന്നുമില്ല, നോട്ട്ബുക്കിൽ അങ്ങനെ എഴുതണം. നിങ്ങളുടെയൊക്കെ പേരൻസ് ഒക്കെ ഇങ്ങനെ ലെറ്റേഴ്സ് ഒക്കെ എഴുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പണ്ട് അവര് ലെറ്റേഴ്സ് ആയിരുന്നു എഴുതുന്നത്, അങ്ങനെയൊക്കെ ഇല്ലല്ലേ? നിങ്ങൾക്ക് എഴുതണം എന്ന് ആഗ്രഹമുണ്ടോ? ഇനി ചിലപ്പോ തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ലെറ്റേഴ്സ് എഴുതണം കേട്ടോ. ഈ നേഹ ഇനി വലിയ ജോലിയൊക്കെ കിട്ടി വേറെ സ്ഥലത്ത് പോകുമ്പോ ഈ നേഹയ്ക്ക് ലെറ്റേഴ്സ് എഴുതി നോക്കൂ, നല്ല രസമല്ലേ? ഞാനിപ്പോ ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർഡും കൊച്ചു ടിവിയുടെ ഒരു സ്പെഷ്യൽ സ്റ്റാമ്പ് ഉണ്ട് എന്റെ കയ്യില്. അത് നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പഴയ കൂടെ പഠിച്ച പണ്ട് പഠിച്ച ഫ്രണ്ട്സിനോ ഇഷ്ടമുള്ള ആൾക്കാർക്കോ ഒക്കെ ഈ ലെറ്റർ എഴുതി കൊടുക്കുവോ? ഷുവർ ആണോ? അപ്പൊ ഞാൻ തരാം കേട്ടോ. വെൽക്കം ടു കൊച്ചു ടി വി സ്റ്റാമ്പ് റിലീസ്. അപ്പൊ എന്റെ കൂടെ കുറെ കൊച്ചു കുട്ടികളും ഒരു ചേച്ചിയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പേര് ചോദിക്കാം. അവരുടെ പേരെന്താ? മിഷേൽ മരിയ. അച്ഛൻ നാണം വന്നു. മിഷേൽ മരിയ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG-യിലാണോ പഠിക്കുന്നേ? ഇയാളുടെ പേരെന്താ? ജോർജ്. ജോഷുവ. ചേച്ചിയുടെ പേരെന്താ? പ്രിയ. റോസ്മേരി. ആ എന്തോ പേര് പറഞ്ഞേ? മിഷേൽ മരിയ. മിഷേൽ മരിയ കൊച്ചു ടി വി കാണുവോ? ഏത് കാർട്ടൂണാ ഇഷ്ടം? ഏതാ ഇഷ്ടം? ഡോറയാണോ ഇഷ്ടം? മോൻ ഏതാ ഇഷ്ടം? എനിക്ക് മാർസുപ്പിലാമിയാണോ ഇഷ്ടം? ആഹാ. അപ്പൊ ഒരു കൊച്ചു കൂട്ടുകാരിയും കൂടെ വന്നിട്ടുണ്ട്. എന്തുവാ പേര്? ശ്രീലക്ഷ്മി. ഓക്കെ. അപ്പൊ ചേച്ചിക്ക് കാണുമല്ലോ, ഓർമ്മകളൊക്കെ കാണുമല്ലോ, കത്തുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ പണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് കത്തും കാര്യങ്ങളൊന്നും അറിയില്ല അല്ലെ? കത്തുകൾ എഴുതി എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്തെങ്കിലും കത്ത് എഴുതിയിട്ട് അങ്ങനെ പഴയ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? പണ്ട് കൂട്ടുകാരികൾക്ക് എഴുതിയത് ഓർമ്മയുണ്ട്. ഇപ്പൊ അങ്ങനെ എഴുതാറൊന്നും ആഗ്രഹമുണ്ടോ? എഴുതണം ആഗ്രഹമൊക്കെ ഉണ്ടല്ലേ? ഈ പിള്ളേരെ കൊണ്ടും ഈ കുട്ടികളെ കൊണ്ടും കത്തുകളൊക്കെ എഴുതിപ്പിക്കണം കേട്ടോ. എഴുതണ്ടേ? നിങ്ങൾക്ക് കത്ത് എഴുതണ്ടേ ഫ്രണ്ടിന്? മിഷേൽ മരിയ കത്ത് എഴുതണ്ടേ ഫ്രണ്ടിന്? അപ്പൊ ചേച്ചി ഒരു കാർഡ് തരാം. അതിൽ കൊച്ചു ടിവിയുടെ സ്പെഷ്യൽ സ്റ്റാമ്പ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാർഡിൽ ഈ ഒരു മെസ്സേജ് എന്തെങ്കിലും എഴുതിയിട്ട് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം ബെസ്റ്റ് ഫ്രണ്ടിന് കേട്ടോ. അങ്ങനെ ചെയ്യുവോ? ഓക്കെ. എത്ര ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? ഞാൻ 8ല്. അപ്പൊ ചെയ്യണം കേട്ടോ. കാർഡ് തരട്ടെ. ഹലോ, വെൽക്കം ടു കൊച്ചു ടി വി സ്റ്റാമ്പ് റിലീസ്. അപ്പൊ എന്റെ കൂടെ 2 സുന്ദരി കുട്ടികൾ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ ആദ്യം അവരോട് പേര് ചോദിക്കാം. ഹെലിൻ. ഹന്ന. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പൊ നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8th. നിങ്ങൾ രണ്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അതാണ് ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്ന് എന്താണെന്നറിയോ ഇവിടെ പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ ഇന്ന് കൊച്ചു ടി വി ഒരു സ്റ്റാമ്പ് റിലീസ് ചെയ്യാണ്, ഒരു സ്പെഷ്യൽ സ്റ്റാമ്പ് ഇന്ന് റിലീസ് ചെയ്യാണ്. നിങ്ങൾ ലെറ്റേഴ്സ് എഴുതുന്ന കൂട്ടത്തിലാണോ? ചിലപ്പോഴൊക്കെ ലെറ്റേഴ്സ് എഴുതാറുണ്ട്. ഓ ഭാഗ്യം, അങ്ങനെ ആരും ലെറ്റേഴ്സ് എഴുതില്ല എന്നാണ് കുറെ പേര് എന്നോട് പറഞ്ഞത്. ഓക്കെ. ഹന്ന എപ്പോഴാണ് ലാസ്റ്റ് ലെറ്റർ എഴുതിയത്? 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഹെലൻ 3rd 2nd ഒക്കെ ആയപ്പോ ഫ്രണ്ട് എടുത്ത് അയച്ചിട്ടുണ്ട്. 8th-ലായപ്പോ എന്തിനാ പിന്നെ നിർത്തിയത്? അതല്ല, ഒരു ഞങ്ങൾക്ക് ക്ലാസ്സിൽ വെച്ച് മിസ് അങ്ങനെ ഒരു ഒക്കേഷൻ അങ്ങനെ ഒരു ഇത് വന്നപ്പോ ഞങ്ങൾ ചെയ്തു. ഞങ്ങൾക്ക് വേണമെന്നല്ല. അപ്പൊ എഴുതണ്ടേ? അങ്ങനെ ലെറ്റേഴ്സ് ഒക്കെ വേണ്ടേ? പോസ്റ്റ് ഓഫീസും ലെറ്റേഴ്സും സ്റ്റാമ്പും ഒക്കെ വേണ്ടേ നമ്മുടെ ലൈഫിൽ? അങ്ങോട്ട് മാറ്റി നിർത്താൻ പറ്റില്ല അല്ലേ? അത് നല്ല കാര്യല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഞാനൊരു കാർഡ് തരും. അതിൽ ഞാൻ സ്റ്റാമ്പ്, കൊച്ചു ടിവിയുടെ സ്പെഷ്യൽ സ്റ്റാമ്പ് ഉണ്ട്. അപ്പോൾ ഹന്നയ്ക്കും ഹെലനും നിങ്ങൾക്ക് കുറെ ലെറ്റേഴ്സ് ഒക്കെ എഴുതാം, ഫ്രണ്ട്സിനും പേരൻസിനും ഒക്കെ എഴുതാം അല്ലേ? പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു പാട്ട് പാടിത്തരണം. 2 പേരും പാടിത്തരുമോ? ഓക്കെ. എന്നാ പാടിക്കും. ഇപ്പൊ ഇവര് ഹെലനെയും പാട്ട് പാടാൻ പോവാണ്. മിനുങ്ങും മിന്നുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ,
തൊട്ടുതൊടുടി കഥകൾ പാടിയുറക്കാം മരുമോച്ചാരേ നിന്നെച്ചിൻ. ഓക്കെ, നന്നായി പാടി. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പാട്ട് പാടിയതിന്റെ കൂടെ സന്തോഷത്തിൽ കൊച്ചു ടി വി നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു കാർഡ് തരാൻ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ലെറ്റേഴ്സ് അയക്കണം. ഓക്കെ, ഹലോ, വെൽക്കം കൊച്ചു സ്റ്റാമ്പ് റിലീസ്. അപ്പൊ എന്റെ കൂടെ ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ 2 കുട്ടികളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഞാൻ ആദ്യം ചെറിയ ആളോട് പേര് ചോദിക്കാം. ഹലോ, എന്താ പേര്? എമി വിനോദ്. എമി വിനോദ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? UKGE. ഓക്കെ. അമിത വിനോദ് 6th. ഓക്കെ, ചേച്ചി പേരെന്താ? വിൻസി വിനോജ്. വിനോജ്. അപ്പോൾ വിനോജ് ചേട്ടനും ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നൊരു ഒരു സ്റ്റാമ്പ് റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പഴയ കാലത്തെ ഒരു ലെറ്റർ ഓർമ്മകളൊക്കെ കാണുമല്ലോ, പണ്ട് കത്തെഴുതിയതും കത്തുകളും കാര്യങ്ങളൊക്കെ ചേട്ടനും ഒന്ന് ചിരിക്കും, അതൊക്കെ കാണുമല്ലോ. അപ്പൊ അതിനെ പറ്റിയുള്ള മെമ്മറീസ് ഒക്കെ ചേച്ചി ഒന്ന് പറഞ്ഞേ, ഇങ്ങനെ പഴയ കത്തെഴുതിയതും. പഴയ മെമ്മറീസ് ഒക്കെ നല്ല മെമ്മറീസ് അല്ലേ. നമുക്ക് റിലേറ്റീവ്സിനെയൊക്കെ പണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മീഡിയം ലെറ്റർ റൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ലെറ്റർ വാങ്ങിക്കും, ഫ്രണ്ട്സിനായാലും ഗ്രീറ്റിംഗ്സ് ഒക്കെ ബൈ പോസ്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ അറിയാനും ഒക്കെ അന്ന് ഈ ലെറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വാട്സ്ആപ്പ് മെയിലിംഗ് ഉണ്ട്. പക്ഷെ ആ എഴുതുന്ന ഒരു സുഖം, അങ്ങനെ കത്തിൽ എഴുതിയ സുഖം ഇപ്പോൾ ഈ വാട്സാപ്പിൽ ഇമെയിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അത് മനോഹരമായ ദിനങ്ങളായിരുന്നു നമുക്ക് കഴിഞ്ഞു പോയത്. വാട്സപ്പും ഫേസ്ബുക്കും നെറ്റ് സംവിധാനം വന്നെങ്കിൽ പോലും ഒരു മാനസികമായ വൈരാഗ്യ ബന്ധം നമുക്ക് ഫീൽ ചെയ്യാറില്ല. മറ്റേതിനൊരു ഇപ്പോൾ അവസാനമായിട്ട് എനിക്ക് കിട്ടിയ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിവാഹത്തിന് ശേഷം ആ വർഷം വന്ന ക്രിസ്മസിന് വൈഫിന് അനിയത്തി തന്നൊരു ലെറ്ററായിരുന്നു. അത് കൈ കിട്ടിയപ്പോൾ ആ മധുരം ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പം ഡെയിലി രാവിലെ വൈകിട്ടും ഫേസ്ബുക്കിൽ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഫീൽ ചെയ്യാറില്ല. ഇപ്പൊ ഈ കുട്ടികൾക്കായാലും പോസ്റ്റ് ഓഫീസും ലെറ്റേഴ്സും ഒന്നും അറിയാനായിട്ട് ഒരു വഴിയില്ല അല്ലേ. അപ്പൊ എന്തായാലും വിഷമിക്കണ്ട കേട്ടോ. ഇപ്പൊ ഞങ്ങളൊരു കൊച്ചു ടി വി ഒരു പുതിയൊരു സ്റ്റാമ്പ് റിലീസ് ചെയ്തിട്ടുണ്ട്, ഒരു കാർഡ് തരും. അപ്പൊ നിങ്ങൾക്ക് പഴയ ചേട്ടൻ പറഞ്ഞല്ലോ ആ മധുര സ്മരണകൾ നമുക്ക് വീണ്ടും ഉണർത്താം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും അമ്മേ എന്താ എയ്മി, ഞാൻ ആദ്യം എയ്മിക്ക് കൊടുക്കാൻ പോവാണേ കാർഡ്. ഇന്നാ വൺസ് അഗൈൻ വെൽക്കം ടു കൊച്ചു സ്റ്റാമ്പ് റിലീസ്. അപ്പോൾ എൻ്റെ കൂടെ ഈ സ്റ്റാമ്പ് റിലീസിൽ ഇന്ന് ഞാൻ സ്റ്റാമ്പ് കൊടുക്കാൻ പോകുന്നത് ഒരു ഫാമിലി എത്തിയിട്ടുണ്ട്. ഒരു ചേച്ചി വന്നിട്ടുണ്ട്, 3 കുട്ടികൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് അവരോട് പേര് ചോദിക്കാം. എന്താ പേര്? ജെറോം. ഹന്ന. ജെറീം. ചേച്ചി പേര്? റോസ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. 2nd. ഓക്കെ. 4th. നിങ്ങൾ കൊച്ചു ടി വി കാണാറുണ്ടോ? ഏത് കാർട്ടൂൺ ഏറ്റവും ഇഷ്ടം? ഫേമസ് വൈഫ്. ഓക്കെ. ഡോറ. ഡോറയാണോ ഇഷ്ടം? ഫേമസ് വൈഫ്. ഓക്കെ. അപ്പൊ ശരി ചേച്ചി, ഇപ്പൊ ഞങ്ങൾ ഇവിടെ കൊച്ചു ടി വി ചിൽഡ്രൻസ് ഡേയുടെ ഭാഗമായിട്ട് ഒരു സ്റ്റാമ്പ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചേച്ചിക്ക് കാണുമല്ലോ ഈ പഴയ കത്തുകൾ എഴുതിയ ഒരു കാലത്തെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു. സ്റ്റാമ്പ് കളക്ഷൻ ഇപ്പോഴും ഉണ്ട്. മോന് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിന്റെയും സ്റ്റാമ്പ്സ് ഉണ്ട്, കറൻസീസ് ഉണ്ട്, കോയിൻസ് ഉണ്ട്. ഓക്കെ, മോനാണോ ഉള്ളത്? ഓക്കെ, ഹോബിയാണോ സ്റ്റാമ്പ് കളക്ഷൻ? ഹോബിയാണോ? ഓക്കെ. എത്ര രാജ്യങ്ങളുടെ സ്റ്റാമ്പ്സ് ഉണ്ട് കയ്യില്? എല്ലാം ഉണ്ട്. ഓക്കെ, അത് നല്ലൊരു ഹാബിറ്റ് ആണ്. കാരണം ലോകത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുടെ ഇഷ്ട വിനോദത്തിൽ ഒന്നാണ് ഇതുപോലെ ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ കുട്ടികൾക്കുള്ളത് വളരെ നല്ല കാര്യമാണ്. വെരി ഗുഡ് കേട്ടോ, മിടുക്കരാണേ, കീപ് ഇറ്റ് അപ്പ്. അപ്പൊ ഈ 3 കുട്ടികളും ചേർന്ന് നല്ലൊരു പാട്ട് പാടി തരാതെ എന്തായാലും ഓഫർ ചെയ്തിട്ടുണ്ട് എനിക്ക്. അപ്പൊ നമുക്ക് അവരുടെ പാട്ട് കേൾക്കാം. പാടിക്കോ. കുരുവി ഇളം കാറ്റിലാടി വരുവി, കൂട്ടുകൂടി കിലുങ്ങി മിഴിപീലി മെല്ലെ തഴുകി, നലുചിരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞു പോൽ, ചെറുമഷി കണ്ണു നീട്ടി വന്നടുത്തു നിന്നു പൊന്മണി മധുരം മണയും കനവിലും നനയും ഓക്കെ, വെരി ഗുഡ്, മിടുക്കരാണ്. സ്റ്റാമ്പ് കളക്ഷൻ ഉള്ള കുട്ടികളാണ്, നന്നായി പാട്ട് പാടുന്ന കുട്ടികളാണ്. എനിവേ വളരെ സന്തോഷം. അപ്പൊ നിങ്ങളുടെ സ്റ്റാമ്പ് കളക്ഷന് വേണ്ടി കൊച്ചുവിന്റെ വക ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്റ്റാമ്പ് തരുന്നുണ്ട്. മോന്റെ കളക്ഷന്റെ കൂട്ടത്തിൽ ഇതുകൂടെ ആഡ് ചെയ്തേക്കും കേട്ടോ. കൊച്ചു സ്റ്റാമ്പ് റിലീസ്. അപ്പോൾ എൻ്റെ കൂടെ
സ്കൂളിന്റെ ഇന്ന് ഒരു ക്യൂട്ട് ഫാമിലി എത്തിയിട്ടുണ്ട്. 2 ക്യൂട്ട് കുട്ടികളുണ്ട്. സോ ഞാൻ ആദ്യം ചെറിയ വാവയുടെ പേര് ചോദിക്കാം. പേരെന്താ? അലീന തെരേസ. അലീസ ബൃന്ദ. ഓക്കെ, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? UKG 3. UKG 3. കൊച്ചു ടി വി കാണുമോ അലീസ? ഏത് കാർട്ടൂൺ ഏറ്റവും ഇഷ്ടം? ഡോറ. ഡോറയാണോ ഏറ്റവും ഇഷ്ടം? ഈ വാവയ്ക്ക് ഏത് കാർട്ടൂണാണ് ഇഷ്ടം? മഞ്ചാടി. മഞ്ചാടി, ഡോറയൊക്കെയാണ് കുഞ്ഞിന് ഇഷ്ടം. അപ്പൊ എന്താണെന്നറിയോ, ഇന്ന് ഞങ്ങൾ ഒരു സ്റ്റാമ്പ് ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കത്തുകൾ എഴുതുമായിരുന്നു. കത്തുകളുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കുറേ മെമ്മറീസ് നിങ്ങളുടെയൊക്കെ ലൈഫിൽ കാണും. അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ കത്തുകളുമായും സ്റ്റാമ്പുകളുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ട്? പിന്നെ നമ്മളെല്ലാം ഒരു എന്താ പറയുക 1990s പിള്ളേരാണല്ലോ. അപ്പം ഞങ്ങൾ 2 തലമുറയും കാണാൻ പറ്റിയൊരു ഭാഗ്യം നമുക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് പുറത്താണ്. എൻ്റെ മമ്മിക്ക് ഞാൻ കത്ത് എഴുതിയിട്ടുണ്ട്, എൻ്റെ ഗ്രാൻഡ് ഫാദറിന് കത്ത് എഴുതിയിട്ടുണ്ട്, അത് ഹിന്ദിയിൽ കത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല കത്തുകൾ ഒരുപാട് തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കത്തുകളൊന്നും എഴുതല്ലേ, ഇപ്പൊ എല്ലാം ഇന്റർനെറ്റ് ആയി. അതെ, അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമെയിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അത് പോയിട്ട് ഇമെയിൽ മെസ്സഞ്ചർ വന്നു. അതിനുശേഷം ഇപ്പോൾ വാട്സാപ്പ് മെസ്സഞ്ചറായി. ഇപ്പോൾ എന്തായാലും അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ ആ ഒരു മെമ്മറീസ്? ചേച്ചിക്കായാലും അല്ലേ, ചേച്ചിയും കുട്ടികളൊക്കെ കുറവാണ്. കൂടുതലും ക്രിസ്മസ് വരുമ്പോ കാർഡ്സ് അയക്കുക അങ്ങനെയൊക്കെ കൂടുതലും. ഇപ്പോൾ അതുപോലും ഇല്ല, ജസ്റ്റ് ഒരു വിഷ് അയക്കും വാട്സാപ്പിൽ, തീർന്നല്ലേ. ഓക്കെ, അലീസ കുട്ടി നന്നായി പാട്ട് പാടുമെന്ന് എനിക്കറിയാം. അപ്പൊ ചെറിയ പാട്ട് പാടി തരുമോ? I have a picture book. It is open. Look, there are so many pictures inside. There's a cat and a dog and a little green frog and a pony to take me for a ride. When I shut my book on the cover, look, there's a big fat chicken in this nest. At the back there's a goat in this pretty white goat. Oh, I don't know which one I like the best. Oh, I don't know which one I like the best. വാവ്, അടിപൊളി, നല്ലൊരു ആക്ഷൻ സോങ്. മിടുക്കി കുട്ടിയാട്ടോ അലീസ. അപ്പൊ എന്തായാലും അലീസയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാം. ഇത് കൊച്ചുവിന്റെ സ്പെഷ്യൽ സ്റ്റാമ്പ് ആണ്. അപ്പൊ അലീസയുടെ ബെസ്റ്റ് ഫ്രണ്ടിന് വല്ലതും ഒരു കത്ത് എഴുതിയിട്ട് ഈ സ്റ്റാമ്പ് അടിച്ചിട്ട് അയക്കുവോ? മിടുക്കി കുട്ടിയായിട്ട് അയക്കണം കേട്ടോ. ചേട്ടനും ചേച്ചിക്കും ഒക്കെ ഓർമ്മകൾ ചതഞ്ഞെടുക്കാം കേട്ടോ. ഓക്കെ, ആദ്യം ഞാൻ അലീസ കുട്ടിക്ക് കൊടുക്കാവേ. ഇന്നാ